ഇതിന് ഈ വർഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു 10-35 കിലോ മുളകി കൂടുതൽ, കിട്ടും. 35 കിലോ മുളകി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ മാർക്കറ്റിൽ നമുക്ക് 800 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. 1 കിലോ മുളകിന് 800 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. ഞാനേ ഈ കാണുന്ന മുളകില്ലേ നമ്മുടെ മാർക്കറ്റിൽ വില കൂടിയ മുളകാട്ടോ. ഇതിനെ കുറിച്ച് നമ്മളോട് പറയുന്നത് അൽഫോൺസ ചേച്ചിയാട്ടോ. അപ്പൊ ചേച്ചി ഇവിടെ വരും. അപ്പൊ ചേച്ചി ഒരു പാത്രം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പറിച്ചതാണ്. വേറെ നമുക്ക് കാണാൻ പറ്റും. ഇതിവിടെ കാന്താരിയും കൂടി ഉണ്ടല്ലേ. ഇത് കാന്താരിയാണ്. അപ്പൊ ഇതിപ്പോ എത്ര നാളായി ചേച്ചി വെച്ചിട്ട്? ഇപ്പൊ ഇതൊരു 3-4 മാസം. 3-4 മാസമായി. അപ്പം ഇതിന് എന്തോരം കിട്ടും നമുക്ക് ഇതിന്? ഇത് നമുക്ക് ഡെയിലി കറിക്കും. ഇവിടെ മെയിൻ ഈ പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തൈരാക്കും. തൈരാക്കുമ്പോ രാവിലെ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് തൈര് എടുക്കും, ഇഞ്ചിയും ഈ കാന്താരിയും പൊട്ടിക്കും. നല്ല ടേസ്റ്റോട് കൂടി ഒരു തോരനും ഉണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഓക്കെയാണ്. അപ്പൊ ഇതിപ്പോ എന്തൊക്കെ വളം ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഗോമൂത്രം കുറച്ച് ഡൈലൂട്ട് ചെയ്ത് ചാണകപ്പൊടി, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഗോമൂത്രം നമ്മൾ ഇപ്പൊ ഇതിനൊക്കെ ഒഴിക്കുമ്പോഴത്തേനും നമ്മളൊരു ബക്കറ്റിലൊരു കുറച്ചെടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ചേർക്കും. അത് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് അല്ല, നമ്മൾ ചുമ്മാ ചോട്ടിൽ ഇച്ചിരി ദൂരെ അങ്ങ് ഒഴിക്കും. സാധാരണ നമ്മൾ ഈ ചീനിയൊക്കെ പിടിച്ചിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ഇത് വരാറില്ല. ഇത് നമ്മളിപ്പോ പുറത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കാന്താരി നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. അതായത് ഞാൻ ചോദിച്ചത്, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ കാന്താരിക്ക് നല്ല ഡിമാൻഡാണ്. ഉണ്ട്. അതിന് ഞങ്ങൾ എന്നാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഞങ്ങളുടെ പിള്ളേരുകളൊക്കെ പുറത്തുണ്ട്. അപ്പൊ ഈ കാന്താരി ഞങ്ങൾ ഇങ്ങനെ ശേഖരിക്കുന്നത് മെയിൻ ആയിട്ട് ചൊറുക്കയും ഉപ്പും. അത് ഞങ്ങൾ കിട്ടുന്നത് പറിച്ച് അതിന്റെ ഇത് കളഞ്ഞിട്ട് ഒരു ചില്ല് കുപ്പിയിൽ ഇട്ട് വെക്കും. ചില്ല് ഭരണിയിൽ സംഭരിക്കും. എന്നിട്ട് ഈ ചൊറുക്കയും ഉപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവര് പിള്ളേര് വരുമ്പോ അവർക്ക് വലിയ ഇഷ്ടമാണ്. അവര് കൊണ്ടുപോകും. എബ്രോഡിന് പോകുമ്പോ അവര് ഇത് കൊണ്ടുപോകും. അതാണ് മെയിൻ ആയിട്ട്. ഞങ്ങൾ അച്ചാർ ഇടുന്ന പോലെ തന്നെ നമ്മൾ ഇത് സംഭരിച്ചു വെക്കുമ്പോൾ ഇതും അവർ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇത് പുറത്തോട്ട് കൊടുക്കാറില്ല. പക്ഷെ നമുക്കൊരു വീട്ടമ്മ നിൽക്കുന്ന ഇങ്ങനെ ഒരു നമ്മൾ ചീൻചെടി കുറച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരുമാനം കണ്ടെത്താം. പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് സമയവും വേണം. ഇത് പറിച്ചൊക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. ചെറിയ മുളകല്ലേ. അതുകൊണ്ട് പിന്നെ നമുക്ക് വിലയും കിട്ടും. അത് കുഴപ്പമൊന്നുമില്ല. ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നമുക്കൊരു വരുമാനമാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വില കൂടിയ മുളകിന്റെ കാര്യമാണ് നമ്മൾ ചോദിക്കാൻ പറ്റും. ഇതാലോചിച്ച അപ്പൊ ചെടി നട്ടോ ചെടി ഇതിപ്പോ ഇതിന്റെ വിളവ് കുറച്ച് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ഉണ്ടാകുന്നതാണ്. ഇത് വേണ്ട പൂത്തിയൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ. ഇതിന്റെ ഇപ്പൊ അരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ അരി എടുത്ത് നമ്മൾ പാവും. ഞാൻ നേരത്തെ ചട്ടി കാണിച്ചു തന്നില്ലേ, അത് ഇതിന്റെ അരി പാകി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഒരു മുളക് ഒരാൾ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ അതിന്റെ അരി എടുത്ത് പാവി ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു 8-10 അങ്ങോട്ട് വെച്ചു. അതില് ശരിക്കും നന്നായിട്ട് ആർത്ത് പിടിച്ചത് ഒരു 5-8 ഉള്ളൂ. അതിന് ഈ വർഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു 10-35 കിലോ മുളകി കൂടുതൽ, 35 കിലോ മുളകി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ നമുക്ക് 800 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. 1 കിലോ മുളകിന് 800 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. ഈ മുളക് ഈ ചെടിയിൽ പോയി ഓരോ ചെടിയിൽ അത്യാവശ്യം നമുക്ക് കിട്ടൂലേ? ഈ ഒരു ചെടിന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറിച്ചു, അത് നമ്മൾ സെപ്പറേറ്റ് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ പറിക്കുമ്പോൾ പിന്നെ വിപണി നോക്കിയിട്ട് ആവശ്യക്കാരുടെ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ബുധനാഴ്ച ദിവസമാണെങ്കിൽ ചിലപ്പോൾ ഒരു 1 കിലോ 1.5 കിലോ ഒക്കെ പറിക്കും. പിന്നെ 1 കിലോ 1.5 കിലോ എന്ന് പറയുമ്പോൾ ആ മാർക്കറ്റ് കൂടിയുന്ന സമയത്ത് 1000 രൂപയുടെ മുളകായി. 1 മണിക്കൂർ നമ്മളൊന്ന് ഓടുന്നേ ഉള്ളൂ. ഒറ്റ മണിക്കൂർ നമ്മൾ പറമ്പിൽ ഈ വെച്ചിരിക്കുന്നിടത്തൊക്കെ പോയി പെട്ടെന്ന് തപ്പി പറിച്ച് എടുക്കും. അപ്പം ഒരു മണിക്കൂറിൽ നമുക്ക് അത് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണക്ക ചാണകവും ഇതൊക്കെ തന്നെ ചെയ്യുന്നു. ബോഡോ മിശ്രിതം അടിക്കും. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണലും വേണം, വെയിലും വേണം. വെയിലത്ത് തന്നെ ആയി അവർക്ക് പറ്റത്തില്ല. മരങ്ങളുടെ ചോല തന്നെ ആയാലും പറ്റത്തില്ല. വെയിലും ഒരു മീഡിയം കാലാവസ്ഥയെ പറ്റുള്ളൂ. ശരിക്കും ഇത് നല്ലൊരു ഇതാട്ടോ. കാരണം ഈ മുളകിന് ഇത്ര വില എന്ന് പറഞ്ഞാൽ ഞങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളും ഇത്രയും വിലയുണ്ടോ എന്നുള്ള ഒരു
ചിന്ത ഞങ്ങൾക്കും വന്നത്. ഞങ്ങള് കറിക്കുന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ഇതിന്ന് ഈ വർഷം എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ താഴെ വരുമാനം ഇതിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോ വെച്ചിട്ട് ഇപ്പൊ എത്ര നാളുകൊണ്ട് നമുക്ക് ഇതിപ്പോ ഒരു 5-6 മാസം കൊണ്ട് കിട്ടും. 5-6 മാസം. പിന്നെ ഇത് 3 വർഷമാണ് ഇതിന്റെ ഒരു കാലാവധി. ഈ ഒരു കൊടിയുടെ കാലാവധി 3 വർഷം. 3 വർഷം കഴിയുമ്പോ ഇത് ഇങ്ങനെ കമ്പുണങ്ങി അങ്ങനെ പോകാൻ തുടങ്ങും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യ അനുഭവമാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോ വെച്ചിട്ട് ഇപ്പൊ 1.5 വർഷം ഒക്കെ ആയി. ഇതുവരെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും കായും ഇതൊക്കെ ആയിട്ട് നിപ്പുണ്ട്. ഇപ്പൊ പൂവെല്ലാം കുറച്ച് ഈ മഴ നിറയെ പൂവുണ്ടായത്. ഇപ്പൊ ഈ മഴയത്ത് ഇന്നലെ മിഞ്ഞാന്നുള്ള മഴയത്ത് മൊത്തം പൊഴിഞ്ഞുപോയി. പൂവെല്ലാം ഈ ഇതിലെല്ലാം വെള്ള പൂവായിരുന്നു മൊത്തം. അതല്ല അപ്പൊ പൂ അല്ല ഈ മഴ നമ്മള് കാലാവസ്ഥ പ്രതികൂലം അതുകൊണ്ടാണ്. അല്ലാതെ സംഭവിക്കാറില്ല ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഈ മുളകിന്റെ പേരെന്താ? ആക്ച്വലി ഈ മുളകിന്റെ പേര് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഇത് നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഇത് ഡിമാൻഡ് ഉള്ളത്. അതെ, മാർക്കറ്റിൽ ഡിമാൻഡും ഉണ്ട്. നമുക്ക് ഇത് പിടിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു നല്ലൊരു വരുമാനമാണ്. അത് മാത്രം അറിയാം. പിന്നെ ഇത് നട്ടേക്കണ രീതി എന്ന് വെച്ചാല് നമ്മള് കമ്പ് പിടിപ്പിച്ചു കൊടുക്കണം, താങ്ങായിട്ട് ഒരു കമ്പ് കൊടുക്കണം. അതെന്താന്നറിയോ, ഇത് ഇങ്ങനെ അങ്ങ് പൊടന്ന് മരം പോലെയാവും. കുറച്ചും കൂടെ ഉയരത്തി പോവും. അപ്പൊ ഇവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഈ ചില്ലെല്ലാം വരുമ്പോഴത്തേനും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ആക്ച്വലി ഇത് ക്ലൈംബേഴ്സ് അല്ലല്ലോ, ഇങ്ങനെ ചുറ്റി പടർന്ന് കയറത്തില്ലല്ലോ. അപ്പൊ അതിന് സപ്പോർട്ട് കൊടുക്കും. നല്ല ശരിക്കും ആ സപ്പോർട്ട് പോരാ. ഇതിന് നന്നായി വളർന്നിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിരുന്നപ്പോ കൊടുത്തൊരു സപ്പോർട്ടാണ്. ഇപ്പൊ കുറച്ചും കൂടെ മുകളിലേക്ക് നന്നായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഹൈറ്റ് വെക്കും. നന്നായിട്ട് വെക്കും. ഇതിന്റെ പ്രായം എന്തോരം ഉണ്ട്? അപ്പൊ ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ ഇത് നട്ടിട്ട്. 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെക്കാളും ഹൈറ്റ് കൂടുതലുണ്ടെന്നല്ലേ? ഈ ഒരു തൊടിയിൽ ഈ ഇത് മാത്രമേ ഉള്ളൂ? അല്ല, താഴെ നമ്മള് താഴെയുണ്ട്. താഴെ ഒരു 8-10 ഉണ്ട്. ഒരു 8-10 അത്യാവശ്യം നമുക്ക് പൈസ കിട്ടാം അല്ലേ? ഇതൊക്കെ നമ്മളൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ സൈഡിലൊക്കെ നമ്മളപ്പോ കുറച്ച് വെയിലേറ് ഇവിടെ വെക്കുമല്ലോ, അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയതാണ്. ഞങ്ങൾ ഇത് ആദ്യത്തെ കൃഷി ആയതുകൊണ്ട് ഇതിന്റെ അനുഭവങ്ങള് അടുത്ത വർഷം നന്നായിട്ട് പറയാൻ പറ്റും. ഈ വർഷം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിനെ. ഞങ്ങൾക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ടു ഇത്, ഈ ഒരു സംഭവം. നല്ല എരിവൊക്കെ കാണും. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കറിയിൽ ഞങ്ങൾ ഇവര് വന്നേപ്പിന്നെ ഞങ്ങള് കറിക്ക് മാർക്കറ്റിൽ നിന്ന് ഒന്നും പച്ചമുളക് വാങ്ങിയിട്ടേ ഇല്ല. നല്ല എരിവുണ്ട്. കാരണം നല്ല എരിവിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ. ഇത് എല്ലാ കറിയിലും ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നീളമുളക് നമ്മൾ പാൽക്കറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ കൂടുതൽ ഉപയോഗിക്കാം. അതെ, ഇതിപ്പോ തോരൻ വെക്കാനും എടുക്കാം, എല്ലാത്തിനും എടുക്കാം. തോരൻ വെക്കാനും തൈര് കലക്കാനും, അല്ലെങ്കിൽ നമ്മൾ പാൽക്കറികൾക്കും, ഇപ്പൊ നോൺ വെജ് വെക്കണമെങ്കിൽ എല്ലാം നമുക്ക്. കൊണ്ടാട്ടമുളകിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്? അല്ല, കൊണ്ടാട്ടമുളകിന് ഉപയോഗിക്കുന്നതല്ല. അത് വേറെയാണോ? അത് വേറെ. ഇതിന്റെ ഉള്ളിന് കുറച്ച് പൊള്ളപ്പ. കൊണ്ടാട്ടമുളക് അല്ല അത്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു കൊടുക്കാം. അപ്പം തുമ്മും ഞാനേ എരിവുള്ള ഒരു മുളകാണ്. നമ്മൾ പണ്ട് എരിവില്ലാത്ത മുളക് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു വേറെ ടൈപ്പാന്ന് തോന്നുന്നു. ഇത് നല്ല എരിയാ, നല്ല മൂത്ത് കഴിഞ്ഞ് നല്ല എരിവാണല്ലേ? കുറച്ചും കൂടി ഈ മുളകിന്റെ വലിപ്പം ഇതല്ല. ഇതിന്റെ ഈ കളർ ആയിരിക്കും ശരിക്കും പറഞ്ഞ ഒരു വയലറ്റ്. ശരിക്കും വയലറ്റ് ഇങ്ങനെയായിരിക്കും കളർ. കുറച്ചും കൂടി വലുതാവും ഇത്. കുറച്ചും കൂടി വലുതാവുമ്പോ ഈ കളറും കൂടുതൽ കയറി വരും. ശരിക്കും വയലറ്റ് ആവും. ശരിക്കും വയലറ്റ് അല്ല, ശരിക്കും ഒരു കറുപ്പ് കളർ. ഒരു വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഈ പച്ച കളറും ഇതും കൂടെ കൂടിയായിരിക്കും. ഇതിപ്പോ അധികം മൂത്തിട്ടില്ല. ഇത് ഒട്ടും മൂത്തിട്ടില്ല. മുളക് വലിപ്പം വരുന്നതേ ഉള്ളൂ. ചിലത് ഇത്ര ഉള്ള മുളകായിരിക്കും, വലിയ മുളകായിരിക്കും. കുറച്ചും കൂടിയും ഇതിപ്പോ ഈ മഴയുടെ ഒരു ക്ഷീണം ഉണ്ട് ഇവർക്ക്. അതിന്റെ ഉണ്ട്. ഇത് താഴെ നമ്മളുള്ള കൊടിയിൽ കുറേയും കൂടെ വലുതുണ്ടല്ലേ? തീരാറാവുമ്പോഴത്തേക്കും ചെറിയ മുളക്. അപ്പൊ ചേച്ചിയുടെ മുളക് കൃഷി നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.